തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓർഡർ പോർട്ടലിൽ ഒരു ജില്ലയിലെ 450ഓളം സർക്കാർ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല. ഇങ്ങനെ ഇലക്ഷന് രോഗം അഭിനയിക്കാതെ തന്നെ 5000ഓളം ജീവനക്കാർ തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് പ്രകാരം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് ജീവനക്കാരെ വിനിയോഗിക്കാവുന്ന 3200ഓളം സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ 2700ഓളം സ്ഥാപനങ്ങൾ മാത്രമാണ് ഓർഡറിൽ ജീവനക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയത്. ഓർഡർ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള സമയപരിധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തീയതിയേക്കാൾ മുമ്പേ ജില്ലയിൽ അവസാനിപ്പിച്ചതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മാസം 30 വരെയാണ് സമയം നൽകിയത്. എന്നാൽ ജില്ലയിൽ 24-ന് സമയപരിധി അവസാനിക്കുകയായിരുന്നു. ഓർഡർ പോർട്ടലുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച തെറ്റായ തീയതികളടങ്ങിയ വ്യാജ സർക്കുലർ ചില ഓഫീസ് അധികാരികൾ വിശ്വസിച്ചതും വിനയായി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും തദ്ദേശാൽകൃത ബാങ്കുകളുമാണ് കൂടുതലായും ഓർഡർ പോർട്ടലിൽ ജീവനക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട ജീവനക്കാരുടെ വിവരങ്ങൾ പോർട്ടലിൽ ഉൾപ്പെടുത്തുവാനുള്ള ഇടപെടലും ഉണ്ടായില്ല. സംഭവത്തിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. സംഘടനാ സ്വാധീനം ചെലുത്തുകയും അടവുകൾ പയറ്റിയും ഓരോ വിഭാഗം ജീവനക്കാരും തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്നും രക്ഷപ്പെടുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുവാൻ ഇത്തവണ ഓർഡർ പോർട്ടൽ കൊണ്ടുവന്നത്. എന്നിട്ടും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആരോപണം. നടപടി തുടങ്ങി ഓർഡർ പോർട്ടലിൽ യഥാസമയം ജീവനക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത സ്ഥാപനങ്ങളിലെ നോഡൽ ഓഫീസർമാർക്ക് കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.